എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് ഇട്ട വിശേഷത്തിന്റെ ബാക്കി വിശേഷം കേട്ടോ അപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1-1.5 മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു രേവതി ആകെപ്പാട് സങ്കടത്തില. ബൈക്ക് മോഷ്ടിച്ച തന്റെ അനിയനാന്നുള്ള കാര്യങ്ങളൊക്കെ ചന്ദ്രമതി എല്ലാവരും അറിഞ്ഞു. അതിന്റെ പേരിൽ രേവതിനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുവാണ്. രേവതിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ഇത്രയും കാലം അതിനെക്കുറിച്ച് ഒരു ചിന്ത പോലും മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷെ ആ പോലീസുകാർ വന്നു കഴിഞ്ഞപ്പോ എല്ലാം തകർന്ന് തരിപ്പണമായിപ്പോയി. തന്റെ മനോവിഷമങ്ങളൊക്കെ ലക്ഷ്മിയമ്മേനെ വിളിച്ച് പറയുവാണ്. ലക്ഷ്മിയമ്മയ്ക്ക് ഇത് കേട്ടപ്പോ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലക്ഷ്മിയമ്മ പൊട്ടി കരയുവാണ്. ലക്ഷ്മിയമ്മയുടെ കരച്ചിൽ കണ്ടപ്പോ ദേവും ശരത്ത് ചോദിച്ചു, എന്താ അമ്മേ, എന്താ കാര്യം ചോദിക്കണം. ഈ സമയം ലക്ഷ്മി പറഞ്ഞു, എല്ലാം ഇവൻ കാരണം, ശരത്ത് കാരണം, നീ അന്ന് ചെയ്തൊരു പ്രവൃത്തി കാരണം ഇപ്പം രേവതിയുടെ ജീവിതം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയെന്ന് പറയാം. അമ്മ, ഞാൻ എന്ത് തെറ്റിയെന്ന് അമ്മ പറഞ്ഞേ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ. നീ എന്നാ ബൈക്ക് മോഷ്ടിച്ചേ. നിനക്കത് ഓർമ്മയില്ലായിരിക്കും. പക്ഷെങ്കിൽ അത് ഓർമ്മയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പറയാം. അമ്മേ, അത് അന്നത്തോടെ കഴിഞ്ഞു പോയതല്ലേ. ഈ സമയം ദേവ് പറഞ്ഞു, ശരിയാ, സച്ചേട്ടൻ അതിന് കേസൊന്നും വേണ്ടാന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ഇവന് മാപ്പും കൊടുത്തല്ലേ. പിന്നെ ഇനി എന്തിനാ അതിന്റെ പേരിലൊരു പ്രശ്നം എന്ന് ചോദിക്കാം. അത് ഇവിടെ ഉള്ളവർക്ക്. പക്ഷെങ്കിൽ അങ്ങനെയല്ല. അത് രേവതിയുടെ വീട്ടില് രേവതിയുടെ അമ്മായിമ്മേ അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങള്. രേവതിനെ ഇതിന്റെ പേരിൽ വല്ലാതെ അവര് വേദനിപ്പിക്കുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും ദേവ് പറഞ്ഞു, ഈശോ, ഇനിയിപ്പോ എന്ത് ചെയ്യും. അല്ലെങ്കിൽ തന്നെ ആ ചന്ദ്രമതി എന്ന് പറയുന്ന അവർക്കാണെങ്കിൽ എന്റെ ചേച്ചിനെ കണ്ണെടുത്താൽ കാണത്തില്ല. ഇനിയിപ്പൊ ഇതും കൂടെ ആയി കഴിയുമ്പോ എന്ത് ചെയ്യുമെന്ന് ദൈവമേ പെട്ടുപോയല്ലോ എന്ന് പറയാം. പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു, എല്ലാം ഇവൻ കാരണം. ഇവന്റെ ഒരു നേരത്തെ, ഇവന്റെ ഒരു നിമിഷത്തെ ആ ഒരു മോഹങ്ങൾ കാരണം ഇങ്ങനെയെല്ലാം സംഭവിച്ചേ. അതുകൊണ്ട് തന്നെയാണ് അന്ന് കൃഷ്ണേട്ടൻ അങ്ങനെ ആപത്ത് സംഭവിച്ചത്. ഇവൻ കാരണമല്ലേ. വേദനയോട് കൂടിയിട്ട് അത്ര സങ്കടം ഉണ്ടായിരുന്നു അദ്ദേഹം മരിക്കുമ്പോൾ. തന്റെ മകന് ഒരു കാരണവശാലും മോഷ്ടാവായി തീരില്ലെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പക്ഷേങ്കിൽ അന്ന് ഇവന് അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടാ അന്ന് അദ്ദേഹം അങ്ങനെ പോയത്. വിഷമത്തോടു കൂടിയാ മരിച്ചേ. പക്ഷേങ്കിൽ ഇന്നോ രേവതിയുടെ ജീവിതത്തിലും അതൊരു കരുനേഴലായി മാറിയിരിക്കുന്നു. നീ അന്ന് ഒരു നിമിഷത്തെ നിന്റെ ആ ഒരു മനസ്സിന്റെ വേവലാതിയും വെപ്രാളം കൊണ്ട് നീ കാണിച്ചു വെച്ച പരിപാടികളൊക്കെ ഇന്ന് എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് ബാക്കിയുള്ളവരെ. അതിനെക്കുറിച്ച് നീ ചിന്തിച്ചോ ശരത്തേന്ന് ചോദിക്കുക. പെട്ടെന്ന് ശരത്ത് പറഞ്ഞു, അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ, എനിക്ക് അറിയാതെ പറ്റിപ്പോയ തെറ്റാ. ഇനി അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ. അറിയാതെ പറ്റിപ്പോയതാന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റിന് മായ്ച്ചു കളയാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ബാ, നമുക്ക് രേവതിയുടെ അരികിലേക്ക് പോവാം. അവിടെ ചെന്ന് അവരുടെ വീട്ടുകാരോടും അവരുടെ എല്ലാ ക്ഷമ പറയാന്ന് പറയാം. ഇത് കേട്ടോ ദേവ് പറഞ്ഞു, അമ്മ എന്ത് വർത്താനാ പറയണേ. ഇപ്പൊ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എന്നിട്ട് അമ്മനെ കയറ്റുമെന്ന് തോന്നുന്നുണ്ടോ. അവരിപ്പോ എങ്ങനെയായിരിക്കും എന്ന് പോലും അറിയത്തില്ല. ഒരു പക്ഷേങ്കില് രേവതി ചേച്ചിയോടും എല്ലാവരോടും ഉള്ള ദേഷ്യം നിങ്ങളോട് തീർക്കുമെന്ന് പറയാം. എന്നാലും കുഴപ്പമില്ല, അവരെന്ത് വേണം പറഞ്ഞോട്ടെ, ഞാൻ പോയി മാപ്പ് പറയാന്ന് പറയാം. പെട്ടെന്ന് ദേവ് പറഞ്ഞു, വേണ്ട, ശരത്ത് തന്നെ ചെല്ലട്ടെ. ശരത്ത് എന്ന് ചേച്ചിയുടെ അടുത്ത് നിന്ന് മാപ്പ് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. ശരത്ത് പറഞ്ഞു, ഞാൻ പോകാം, ഞാൻ പോയി അവരോട് മാപ്പ് പറയാന്ന് പറയണം. അങ്ങനെ ശരത്ത് നേരെ അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയം രേവതി അടുക്കളയിൽ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ രേവതിനെ കണ്ടില്ല. ശരത്ത് ചേച്ചിയെന്നും വിളിച്ച് അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുവാണ്. കഥ തുറന്നു നടക്കുമായിരുന്നു. അങ്ങനെ അകത്തേക്ക് കയറി ചെന്നപ്പോ രേവതി കേട്ടില്ല. ഈ പാത്രം ഒക്കെ കഴുകുന്ന സൗണ്ട് കാരണം അത് കേട്ടില്ല. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് ചന്ദ്രമതി ഇങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് ചന്ദ്രമതി ശരത്തിനെ ഒന്ന് നോക്കി. നീയോ? ഹാ, കള്ളൻ, നീ എന്താടാ ഇങ്ങോട്ട് വന്നേ? കക്കാൻ വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കുക. ആരുമില്ലാത്ത സമയം നോക്കി കക്കാൻ വന്നേ. നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. നിന്റെ തൊലിക്കെട്ടി അപാരം തന്നെ. ഹോ, നിന്റെ ചേച്ചി വിളിച്ചിട്ട് വന്നായിരിക്കും അല്ലേ. ആരും ഇല്ലാത്ത സമയത്ത് നോക്കി ഇങ്ങോട്ട് വാ, ഇവിടെയുള്ളതൊക്കെ എടുത്ത് തന്നു വിടാന്ന്. കൊള്ളാം, ചേട്ടനും അല്ല ചേച്ചിയും അനിയനും നല്ല ആൾക്കാർ തന്നെയാന്ന് പറയാണ്. അപ്പൊ ഈ ഒച്ചപ്പാട് കേട്ടോണ്ട് പെട്ടെന്ന് രേവതി അങ്ങോട്ട് വന്നു. അപ്പോഴാണ് ശരത്തിനെ കിടന്ന്, നീ എപ്പോഴാ വന്നേന്ന് ചോദിക്കണം. അല്ലേ ചേച്ചി, ഞാൻ ഇപ്പോഴാ വന്നേ. ചേച്ചിനെ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നാന്ന് പറയാം. കണ്ടില്ല പോലും, വിളിച്ചു വരുത്തിയിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടം നിൽക്കുന്ന നിപ്പ് കണ്ടില്ല അവള്. ആ സമയം രവീന്ദ്രൻ അങ്ങോട്ട് വന്നു. രവീന്ദ്രൻ, ശരത്തോ? ഹാ, അതെ, ശരത്തെന്നല്ല വിളിക്കണ്ടേ, ഇവനെ വിളിക്കണ്ടേ കള്ള ശരത്തെന്നാ വിളിക്കണ്ടേ. ഇവന്റെ പേരങ്ങനെയാക്കി മാറ്റാ. ഒന്നുകൂടെ ചേരുന്ന ഇവൻ ആ പേരാന്ന് പറയാ. അതെ ആന്റി, വെറുതെ പറയില്ലേ, എനിക്ക് അന്നങ്ങനെ ഒരു അബദ്ധം പറ്റി. അബദ്ധമോ? എടാ, ഒരാളുടെ ബൈക്ക് മോഷ്ടിക്കുന്നതാണ്ട് അബദ്ധം. അബദ്ധം ഒന്നും അല്ല പറയേണ്ടത് എന്ന് പറയാണ്. രേവതി പറഞ്ഞു, അമ്മ ഇങ്ങനെയൊന്നും പറയരുത്. ശരത്ത് അങ്ങനെ ആ സമയത്ത് അങ്ങനെ ചെയ്തു പോയി. പക്ഷെ അതിന്റെ പേരിൽ ഇനി ഇവനെ കുറ്റപ്പെടുത്തില്ലെന്ന് പറയാണ്. അപ്പോഴാണ് ശ്രുതിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നേ. ശ്രുതിനെ കാണിച്ചിട്ട് കണ്ടോ, ഇതാണ് ഇവളുടെ അനിയന് ശരത്ത്. വെറും ശരത്തല്ല, കള്ള ശരത്ത്. നമ്മൾ ആരും ഇല്ലാത്ത സമയം നോക്കി എന്തേലും അടിച്ചു മാറ്റാൻ കിട്ടുമോന്ന് അറിയാൻ വേണ്ടി വന്നതാ, നാണമില്ലാത്തവൻ. കുടുംബം മുഴുവൻ അങ്ങനെ കള്ളത്തരമാണല്ലോ. അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് കയറി വന്നേ. ആദ്യം ഇവന്റെ ചേച്ചിനെ ഇങ്ങോട്ട് കയറ്റി വിട്ടു. എന്നിട്ട് ഇവിടെ നിന്നുള്ള അടിച്ചു മാറ്റാനായിട്ട് വന്നിരിക്കുന്ന വരവാ, നാണമില്ലാത്തവനെന്ന് പറയാം. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രമതി, നീ കൂടുതലൊന്നും പറയണ്ട, മിണ്ടായിരിക്കാൻ പറയണം. പിന്നെ മിണ്ടാതിരിക്കണം പോലും. എന്തിനു ഞാൻ മിണ്ടായിരിക്കണം?
ഒരു കള്ളനും കള്ളി ഇവിടെ എന്റെ മുമ്പിൽ നിൽക്കുമ്പോ അവരുടെ മുന്നിൽ ഞാൻ പഞ്ചപുച്ഛം അടക്കി നിൽക്കണോ? അതിനൊന്നും ഈ ചന്ദ്രമതിനെ കിട്ടത്തില്ല എന്ന് പറയണം. രേവതിക്ക് കണ്ണ് നിറഞ്ഞു വീഴുക. പെട്ടെന്ന് രേവതി പറയും, ശരത്തെ നീ എന്തിനാ ഇപ്പൊ അവിടെ വന്നേ? അല്ല ചേച്ചി ഞാന് ദേ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. പെട്ടെന്ന് രേവതി, മോനെ നീ പൊക്കോ, പെട്ടെന്ന് പൊക്കോളാൻ പറയണം. ഇത് കേട്ടെന്ന് പറഞ്ഞു, പിന്നെ പോകാനായിട്ട് ഇവിടെ എന്തൊക്കെ അടിച്ചു മാറ്റിയിട്ടെന്ന് ആര് കണ്ടു? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഇവനിവിടെ പമ്മി നിൽക്കുമായിരുന്നു. അതിനർത്ഥം ഇവൻ എന്തൊക്കെ അടിച്ചു മാറ്റിയിട്ടാന്ന് തോന്നിയെന്ന് പറയാം. ഈ സമയം ശ്രുതി പറഞ്ഞു, ഓഹോ അല്ല ഇവൻ കോളേജിലാ പഠിക്കാൻ പോകുന്ന പറഞ്ഞിട്ട്. ആ കോളേജിലൊക്കെയാ പഠിക്കാൻ പോണേ. കോളേജിൽ പഠിക്കാൻ പോകുന്ന പേരും പകലൊക്കെ ഇങ്ങനെ കോളേജിലേക്കാന്നും പറഞ്ഞു പോകും. രാത്രി മോഷണം, അതല്ലേ പരിപാടി. ഇതിനേക്കാളും ഭേദം എടാ നീയൊക്കെ ആണെങ്കിൽ അമ്പലത്തിന്റെ ഫ്രണ്ടില് ഒരു തുണിയും വിരിച്ചിട്ട് പോയി ഇരിക്കാൻ മേലെ. ഇതിനേക്കാൾ നല്ല അന്തസ്സുള്ള പണിയാന്ന് പറയാ. രേവതിക്ക് രണ്ട് കണ്ണും നിറഞ്ഞു വന്നു. എന്ത് മറുപടി പറയാൻ നടത്തില്ല. പെട്ടെന്ന് ശരത്ത് കൈകൂപ്പിണ്ട് പറഞ്ഞു, അതെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. അതിന്റെ പേരില് എന്റെ ചേച്ചിനെ ഇങ്ങനെ വേദനിപ്പിക്കില്ലെന്ന് പറയണ. നിന്റെ ചേച്ചിനെ വേദനിപ്പിക്കില്ലെന്നാ? എടാ നിങ്ങൾ തന്നെ ഒരു കള്ള കുടുംബ. ഇനിയിപ്പം ഞാൻ പിന്നെ ഇവളെ എന്തിനാ വേദനിപ്പിക്കുന്നത്? ഇവളുടെ പറച്ചിൽ അങ്ങനെയൊന്നുമല്ല. നീ ഭയങ്കര മാന്യനാന്നാണല്ലോ പറയണേ. പുറമേ മാന്യനും അകമേ കള്ളനും അങ്ങനെയല്ലേടാന്ന് ചോദിക്കുകയാണ്. ശരത്തിനാണ് എന്ത് ചെയ്യണം നടത്തില്ല. പെട്ടെന്ന് രേവതി, നീ ശരത്തെ നീ കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ, നീ പൊക്കോളാൻ പറയാണ്. പെട്ടെന്ന് പോയിക്കോളാൻ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വിടാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് സുധി ഇങ്ങോട്ട് വന്നു. സുധി വന്നപ്പോ സുധിയോട് ചന്ദ്രമതി പറഞ്ഞു, അതെ കള്ളം വന്ന് നിൽക്കുന്ന ഇപ്പൊ കണ്ടില്ലെന്ന് ചോദിക്കണം. ഇവനെന്തിനാ അമ്മ ഇങ്ങോട്ട് വന്നേ? എന്തിനാ വന്നേന്നോ? ഇവള് വിളിച്ചിട്ട് വന്നായിരിക്കും ഇവിടുന്ന് എന്തെങ്കിലും കട്ടുകൊണ്ട് പോകാനായിട്ട്. രവീന്ദ്രൻ പറഞ്ഞു, ദേ ചന്ദ്രമതി നീ അനാവശ്യം പറയല്ലെന്ന് പറയാ. ഇത് കേട്ടതും സുധി പറഞ്ഞു, നീ ആള് കൊള്ളാലോടാ. എന്നാലും അന്ന് ബൈക്ക് മോഷ്ടിച്ച ഇത്രയും കാലം അത് മറച്ചു വെച്ചത് നീ ആളൊരു ഉസ്താദ് തന്നെയാന്ന് പറയാണ്. ഈ സമയത്ത് ശരത്ത് പറഞ്ഞില്ല, അല്ല ഏട്ടാ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാം. ഓ ചെയ്തിട്ടില്ല പോലും, അവൻ മോഷ്ടിച്ചാൻ പോരാ എന്നിട്ട് ഇപ്പൊ അവൻ കള്ളത്തരം പറയുന്ന കണ്ടില്ലേ? ഇല്ല അന്ന് സച്ചേട്ടനോട് ഞാൻ അതിനൊക്കെ പറഞ്ഞ സച്ചേട്ടനോട് ക്ഷമിക്കുകയും ചെയ്താ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സച്ചേട്ടൻ ക്ഷമിച്ചു പോലും. എടാ അവിടെ നിൽക്കടാന്ന് പറയണ. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, എടാ അവൻ പോവാ, അവന്റെ ബാഗൊക്കെ ഒന്ന് പരിശോധിക്കാൻ പറയാണ്. പെട്ടെന്ന് ശരത്തിന്റെ ബാഗ് അങ്ങ് പിടിച്ചു മേടിക്കുവാണ് സുധി. ഇല്ല ഏട്ടാ ഞാൻ ഒന്നും മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. രേവതി വിട്, അവന്റെ ബാഗേന്ന് വിട്, അവൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേങ്കില് സുധി കൂട്ടാക്കില്ല. സുധി ആ ബാഗ് ഇങ്ങ് പിടിച്ചു മേടിച്ചു. അതിൻ്റെ അകത്ത് ബലമായിട്ട് തപ്പുവാണ്. ബലമായിട്ട് തപ്പിക്കഴിഞ്ഞാൽ കുറേ ബുക്സും ഇതൊക്കെ ഉള്ളൂ. പിന്നെ അവന്റെ ടിഫിൻ ബോക്സ് ഒക്കെ താഴേക്ക് അങ്ങോട്ട് വീണു. ഈ സമയം പെട്ടെന്ന് തന്നെ ശരത്ത് പറഞ്ഞു, ഏട്ടാ അതിനകത്തൊന്നുമില്ല, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല, മോഷ്ടിക്കാൻ വന്നല്ലെന്ന് പറയാണ്. കള്ളത്തരം പറയുന്നോടാൻ ചോദിക്കുവാണ്. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞോണ്ട് അവനെ പിടിച്ച് വെളിയിൽ തള്ളാൻ പറയാണ്. എന്നും പറഞ്ഞോണ്ട് അവന്റെ കോളറിന് പിടിച്ച് വെളിയിൽ തള്ളാൻ തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് അവൻ വീഴാൻ പോയപ്പം ശ്രുതിനെ ചാടി കയറി പിടിക്കുവാണ് അങ്ങോട്ട്. ഇത് കണ്ടപ്പോ ശ്രുതി കരുതി തല്ലാൻ പോവാന്ന് ശ്രുതിനെ. പെട്ടെന്ന് ശ്രുതി ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാ, നീ എന്നെ ശ്രുതിനെ തല്ലാൻ നോക്കും അല്ലാടം ചോദിച്ചു. ഒരെണ്ണം കാരണം തീർത്തു കൊടുക്കുവാണ് ശരത്തിനെ. ഒരു നിമിഷം രേവതി ഞെട്ടിപ്പോയി. രേവതി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ശ്രുതി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു. രേവതിക്ക് അങ്ങോട്ട് പ്രാന്തളയുമല്ലേപ്പി. രേവതി ഇങ്ങ് വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ എന്റെ അനിയനെ നീ എന്തിനാ തല്ലിയെന്ന് ചോദിക്കും. ഇത് കേട്ടത് ഒരു നിമിഷം ശ്രുതി അമ്പരന്ന് പോയി. നിന്നോട് ആരാ പറഞ്ഞ എന്റെ അനിയനെ തല്ലാനായിട്ട്? നിനക്ക് അതിനുള്ള അധികാരം തന്ന ആരാന്ന് ചോദിക്കും. ഇവൻ എന്റെ അനിയനാ. ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവനെ തല്ലാനുള്ള അധികാരം എനിക്കുള്ളൂ, അല്ലാതെ നിനക്കില്ല എന്ന് പറയണം. ഇത് കേട്ടതെന്ന് ശ്രുതി പറഞ്ഞു, പിന്നെ ഇവനെ പോലെ ഒരു പെരുങ്കള്ളനെ തല്ലിയെങ്കിലും അത്ഭുതമുള്ളെന്ന് പറയണം. ചന്ദ്രമതി പിന്നെ വക്കാലത്ത് പിടിച്ചോണ്ട് വന്നിരിക്കുന്നു കള്ളനായ അനിയന് വേണ്ടിയിട്ട്. അതെ ഇവനൊന്നും കട്ടിട്ടൊന്നുമില്ല, ഇവൻ അന്നൊരു അബദ്ധം പറ്റിപ്പോയി. അതിന്റെ പേരിൽ ഇവൻ അന്ന് സച്ചിനോട് ക്ഷമ പറഞ്ഞോ. പിന്നെ ശ്രുതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്റെ അനിയന്റെ മേലങ്ങനെ കൈവച്ച നേരം കാരണം അടിച്ച് ഞാൻ പൊട്ടിക്കും. പറഞ്ഞില്ല കേട്ടിരുന്ന വേണ്ട, ഒരു തവണത്തേക്കാ ക്ഷമിച്ചിരിക്കുന്നു. എന്ത് പേര് ഞാൻ സഹിച്ച് ക്ഷമിച്ചും എപ്പോഴും നിൽക്കും നീ കരുതണ്ട. പറഞ്ഞു കേട്ടല്ലോ, മേലാല് നിന്റെ കൈ എന്റെ അനിയന്റെ നേരെങ്ങും വീശേക്കരുവോ, അങ്ങോട്ട് നോക്കുക പോലും ചെയ്തേക്കല്ലെന്ന് പറയണം. അത് കേട്ടത് ശ്രുതിയുടെ മുഖം താണു. ശ്രുതി ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. ഈ സമയം ശ്രുതി പറഞ്ഞു, ഇവനെ അങ്ങനെ വിട്ടിട്ട് കല്ല പാട എങ്ങോട്ടും പറഞ്ഞ് പിടിച്ച് പുറത്തേക്ക് അങ്ങോട്ട് തള്ളാൻ നോക്കുകയാണ്. ഈ സമയം രേവതി വേണ്ടാന്ന് പറഞ്ഞ് ശ്രുതിനെ വിലക്കുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് തള്ളിയപ്പോഴും പെട്ടെന്ന് അവനെ അങ്ങോട്ട് കയറി ഒരു പിടുത്തം അങ്ങോട്ട് വീണു. നോക്കിയപ്പോ ആരാ, സച്ചി ശ്രീകാന്തും കൂടെ അങ്ങോട്ട് വന്നതാണ്. സച്ചി പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു, എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കുക. ഈ സമയം ശരത്ത് പറഞ്ഞു, ആ സച്ചേട്ടാ അന്ന് ആ ബൈക്ക് മോഷ്ടിച്ച കേസിൽ ബൈക്ക് മോഷ്ടിച്ചത്. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, ഓഹോ അപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം രവീന്ദ്രൻ പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കുക ചന്ദ്രമതി, എന്താന്ന് വെച്ചാൽ ശരത്ത് പറയട്ടെ, നീ എന്തിനാ എന്റെ ഇടയ്ക്ക് കയറുന്നേന്ന് ചോദിക്കണം. അല്ല ശരത്തേട്ടാ, അന്ന് ബൈക്ക് മോഷ്ടിച്ച കേസില് ഞാൻ സച്ചേട്ടനോട് മാപ്പ് പറഞ്ഞായിരുന്നല്ലോ. പക്ഷേങ്കില് ഇവരതിന്റെ പേരില എന്ന് പറയണം, ഞാൻ ചേച്ചിനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. ബൈക്ക് മോഷ്ടിച്ച കാര്യം ഇവരെല്ലാരും പറഞ്ഞു. അപ്പൊ എന്റെ ചേച്ചിനെ വല്ലാതെ വഴക്ക് പറഞ്ഞു. ചേച്ചി വീട്ടിലേക്ക് വന്ന് വിളിച്ച് പരാതി പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനൊരു മാപ്പ് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ കള്ളനാന്നും പറഞ്ഞോണ്ട് ഇവരെന്നെ വിളിച്ച് പുറത്ത് തള്ളുമായിരുന്നു പറയാണ്. ഇത് കേട്ടതും സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. സച്ചി പറഞ്ഞു,
അല്ല ഇവന് മൈക്ക് മോഷിച്ച കാര്യം എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ആർക്കും അതിനകത്ത് ഇത്ര വിഷമം. ഇവന് ഞാൻ മാപ്പ് കൊടുക്കുകയും ചെയ്താ അത് കഴിഞ്ഞു പോയ കാര്യമല്ലേ. ഇപ്പൊ നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതിയോട്. ഓഹോ, അപ്പൊ നിന്റെ ഭാര്യയുടെ അനിയനായതുകൊണ്ട് നീ ആ പ്രശ്നം കൊണ്ട് വിട്ടു കളഞ്ഞില്ലേ. പക്ഷെ ഇങ്ങനെ ഞങ്ങൾ ഈ പ്രശ്നം കൊണ്ട് വിട്ടുകളയാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടത് സച്ചു പറഞ്ഞു, ആർക്കാ എത്ര വിഷമം എന്ന് ചോദിക്കാം. രവീന്ദ്രൻ പറഞ്ഞു, പോട്ടറ മോനെ വിട്ടേരെ, ആ കേസ് കഴിഞ്ഞല്ലേ എന്ന് പറയാണ്. ഇത് കേട്ടതും സച്ചു പറഞ്ഞു, അല്ല അതിന്റെ പേരിലാണോ നിങ്ങൾ ശരത്തിനെ എല്ലാരും കൂടെ ഇങ്ങനെ കാണിച്ചെന്ന് ചോദിക്കുകയാണ്. ശ്രീകാന്ത് പെട്ടെന്ന് നിലത്ത് കിടന്ന് പുസ്തകമൊക്കെ എടുക്കുക. അല്ല ഈ പുസ്തകമൊക്കെ ആരാ വലിച്ചെറിഞ്ഞ്? അത് സുധിയേട്ടൻ എന്റെ ബാഗിനകത്ത് എന്തേലും ഞാൻ മോഷ്ടിച്ചോണ്ടോ നോക്കിയതാന്ന് പറയാണ്. ഇത് കേട്ട സച്ചു പറഞ്ഞു, എടാ ഫ്രോഡ് സുധി, നീ എന്താ കരുതിയത്? നിന്നെ പോലെ അന്ന് എല്ലാരുന്നോ? എടാ നീ അച്ഛന്റെ 50 ലക്ഷം കൊണ്ട് പോയി കടന്നു കളഞ്ഞവനല്ലേടാ. എന്നിട്ട് ഒരു നാണമില്ലാതെ ഉളുപ്പില്ലാതെ നിനക്ക് എന്ത് ധൈര്യത്താ, എന്ത് ഇതിലാടാ നീ ഇവന്റെ നേരെ കൈ പൊങ്ങിയത്? നിനക്ക് അതിനുള്ള അധികാരം എന്താടാ? നീ നല്ലവനാണോ? എന്നിട്ടാണ് നീ ഇവന്റെ നേരെ കൈ പൊങ്ങിയത്. എടാ ഇവന്റെ നേരെ കൈ പൊക്കുമ്പോ നീ ഒരു കാര്യം ഓർക്കണം, നീ അതിനേക്കാളും വലിയ ഫ്രോഡാന്ന്. എടാ ഇവൻ ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞായിരുന്നെന്ന് എനിക്ക് ആ സാധനം തിരിച്ചു തന്നു. പക്ഷെ നീയോ അച്ഛന്റെ 50 ലക്ഷം കൊണ്ടുപോയിട്ട് ഇതുവരെ ആ തിരിച്ചു കൊടുത്തിട്ടില്ല. അതിന് അർഹതപ്പെട്ട ഞാനാ. ഇവളെ കെട്ടാന്ന് പറഞ്ഞ് ചതിച്ച് വഞ്ചിച്ചിട്ട് നീ ആ പൈസയും കൊണ്ട് പോയിട്ട് നീ കണ്ട പെണ്ണുങ്ങൾക്ക് കൊണ്ടേ കൊടുത്തിട്ട് വന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ നീ എന്ത് ധൈര്യമാണോ നിനക്കെന്ന് ചോദിക്കുക. ചന്ദ്രമതി പറഞ്ഞു, അതുപോലെയാണോ ഇത്? പിന്നെ അല്ലാതെ അതിനേക്കാളും വലിയ തള്ളുകൊളുത്തരല്ലേ ഇവൻ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇവന്റെ കർണം ആദ്യം അടിച്ചു പൊട്ടിക്കേണ്ട സുധിയുടെ, എന്നിട്ട് പകൽമാനി നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ രേവതിക്ക് സന്തോഷമായി. തന്നെ തക്ക സമയത്ത് തന്നെ തന്റെ അനിയനെ വന്ന് രക്ഷിച്ചല്ലോ. ഈ സമയം ചോദിച്ചല്ല വേറെ ആരെങ്കിലും എന്തേലും പറഞ്ഞോടാന്ന് ചോദിക്കുകയാണ്. ഈ സമയം രേവതി പറഞ്ഞു, ഇല്ല ഇതിന്റെ പേരില് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയണം. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അല്ല എന്തിനാ സുധീനെ കുറ്റം പറയണേ? സുധി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ അച്ഛന്റെ മുതലും കൊണ്ടല്ലേ അവൻ പോയത്, അല്ലാതെ വേറെ ആരുടെയും കൊണ്ടല്ലോ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എന്താ സച്ചിക്ക് ഇത്ര ദേഷ്യം എന്താന്ന് ചോദിക്കുകയാണ്. സച്ചി പറഞ്ഞു, ഓഹോ അപ്പൊ അച്ഛന്റെ ആണെങ്കിലും അമ്മയുടെ ആളും കട്ടെടുത്തോണ്ട് പോകുന്നതിന് കുഴപ്പമില്ലല്ലേ. നിന്റെ വീട്ടിൽ അങ്ങനെയായിരിക്കും നിന്നെ പഠിപ്പിച്ചല്ലേന്ന് ചോദിക്കുക. ശ്രുതിയുടെ മുഖം അങ്ങോട്ട് മാറി. പെട്ടെന്ന് രേവതി പറഞ്ഞു, ശ്രുതി അത് മാത്രമല്ല ഇത് പറഞ്ഞിട്ട് ഇവനെ തല്ലുകയും ചെയ്യുന്നു പറഞ്ഞു ശരത്തിനെ. ശ്രുതിയുടെ കോളർന്ന് കയറി പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കേട്ടോ സച്ചു ചോദിച്ചു, നേരാണ് ശരത്തേന്ന് ചോദിക്കും. ശരത്തൊന്നും മിണ്ടിയില്ല. പെട്ടെന്ന് സച്ചി അങ്ങോട്ട് തിരിഞ്ഞു ശ്രുതിയോട് ചോദിച്ചു, നീ എന്തിനാ അവിടെ തല്ലിയെന്ന് ചോദിക്കും. അത് പിന്നെ ശ്രുതിയുടെ കോളറിന് കയറി പിടിച്ചോണ്ട്. പെട്ടെന്ന് ശരത്ത് പറഞ്ഞു, ഇല്ല ഞാൻ കോളറിന് കയറി പിടിച്ചല്ല, ഞാൻ വീഴാൻ പോയി കഴിഞ്ഞപ്പോഴത്തേന് ശരീരത്ത് കയറി പിടിച്ചാ അവര് തെറ്റേരിച്ചാന്ന് പറയണോ. ഓഹോ എന്നിട്ടാണ്ട് നീ തല്ലാൻ പോയത്. അങ്ങനെയാണ് നീ നിന്റെ ഭർത്താവിനെ ആദ്യം പോയി തല്ല്, അതാ വേണ്ടത്. അവനാണ് ഇതിനേക്കാളും വലിയ കള്ളൻ. നീ കള്ളന്മാരെ തല്ലുമില്ലേ, അത്രയ്ക്ക് നിനക്കുണ്ടല്ലേ. അന്നൊരു കാര്യം ചെയ്തി, അവന്റെ 2 കർണം അടിച്ചു പൊട്ടിക്കും നീ. എന്നിട്ട് അവള് വലിയ ആളും കളിച്ചോണ്ട് നിൽക്കുന്നുണ്ട് ഒരു പാവത്തിന്. എണീറ്റ് നിൽക്കാൻ വയ്യാത്ത ഇവനെ തല്ലിയിട്ട് നിനക്കൊക്കെ എന്ത് കിട്ടാനായിടെന്ന് ചോദിക്കും. നിന്റെ ഭർത്താവ് 6 അടി പൊക്കത്തിൽ നിൽക്കുന്നുണ്ടല്ലോ, അവനെ പോയി തല്ലാൻ പറയാണ്. ഇത് കേട്ടതും ശ്രുതി ആകെപ്പാടെ വല്ലാത്തൊരു വിഷമത്തിരിക്കും. പിന്നെ ഇനിയിപ്പം നിനക്കൊക്കെ അത്ര ഇതാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിന്റെ ഭർത്താവിനോട് 50 ലക്ഷം അങ്ങ് തരാൻ പറ. 50 ലക്ഷം വെച്ചിട്ട് നീയൊക്കെ വേറുള്ളവരുടെ മുതുകത്ത് കയറാൻ ചെല്ലാൻ പറയാണ്. ഈ സമയത്ത് ശരത്ത് പറയും, ഞാൻ പോവാട്ടാന്ന് പറയണം. നീ പോവാൻ വരട്ടെ, അവിടെ നിൽക്കാൻ പറയണം. രേവതി ഇവന് പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്കാൻ പറയണം. വേണ്ട ഏട്ടാ ഞാൻ പൊക്കോളാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ നീ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലേ നീ നിന്റെ ചേച്ചിയുടെ അടുത്തേക്കാ വന്നേ, നീ കഴിച്ചിട്ട് പോയാൽ മതി. ഇവിടെ നിന്നെ ഒരാളും ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടെന്ന് ചന്ദ്രമതിയുടെ മുഖം അങ്ങോട്ട് കടന്നല് കുത്തിയ പോലെ ഇരിക്കുന്നേ. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കണ്ട കള്ളന്മാരെയൊക്കെ പിടിച്ച് അകത്തേക്ക് കയറ്റുക. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നിങ്ങളുടെ മോനെ ആദ്യം ഇറക്കി വിട്. അവനെ പോലെ ഒരു പെരുങ്കള്ളന്, അത്രയും വലിയ കള്ളനൊന്നും ഈ വീട്ടിലില്ലാന്ന് പറയാ. എന്നിട്ട് നിങ്ങൾ നാട്ടുകാരുടെ മേലെ കയറാൻ ചെല്ലാൻ പറയാണ്. ഇത് കേട്ടപ്പോ രേവതി എന്ത് ചെയ്യാ, നേരെ ശരത്തിനെ വിളിച്ച് അകത്തേക്ക് പോവാണ്. എന്നിട്ട് ശരത്തിന് ചായ വെക്കുമ്പോൾ ശരത്ത് പൊട്ടിക്കരയുക. കരയില്ലടാ സാരമില്ല, നിനക്കൊരു അബദ്ധം പറ്റി, അത് അന്നേ നമ്മള് പറഞ്ഞ് ക്ഷമിച്ചല്ലേ, കുഴപ്പമില്ല. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ലോകത്തിലില്ല. നിനക്ക് മനസ്സിലായി നീ ചെയ്ത് തെറ്റാന്ന് മനസ്സിലായി, നീ അതിനകത്ത് പശ്ചാത്താപിച്ചല്ലോ, ഇനി കുഴപ്പമൊന്നുമില്ല വിട്ടേരെ. അല്ലെങ്കിലും അതെ വലിയ വലിയ കള്ളന്മാരും കൊള്ളക്കാരും എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല, ചെറുതായിട്ടൊരു തെറ്റ് ചെയ്യുന്നവരാ എപ്പോഴും ക്രൂശിക്കപ്പെടുന്നേ എന്നും പറഞ്ഞോണ്ട് നിന്നോട് തെറ്റ് ചെയ്യാനല്ല പറയണേ. നിനക്ക് മനസ്സിലായില്ല നിന്റെ തെറ്റ് എത്രമാത്രം വലുതായിരുന്നു. അതുകൊണ്ട് നീ പേടിക്കണ്ട, നീ വിഷമിക്കാതെ പൊക്കൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അമ്മയോടോ ദേവുവിനോടൊന്നും പോയി പറയരുത് കേട്ടോ, അവർക്ക് വല്ലാത്ത വിഷമാവെന്ന് പറയാം. ശരത്ത് പറഞ്ഞില്ല ചേച്ചി പറയത്തില്ല എന്ന് പറയാം. നീ ധൈര്യമായിട്ട് പൊക്കോ, സച്ചയായിട്ട് ക്ഷമിച്ച കാര്യമുള്ളോ, പിന്നെ നീ ബൈക്ക് തിരികെ കൊടുക്കുകയും ചെയ്തല്ലേ, അതുകൊണ്ട് ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ശരത്തിനെ ഒരു വ്യക്തി സമാധാനിപ്പിച്ച് അങ്ങ് വിടുവാണ്. എന്നാലും രേവതിയുടെ ഉള്ളിൽ ആ കരടായിട്ട് കിടന്നു. ശ്രുതി തന്റെ അനിയനെ തല്ലിയത് ആ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു രേവതിക്ക് എന്ന് പറഞ്ഞ. രേവതിയുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ. അപ്പൊ ചിലർക്കൊക്കെ സംശയം ഉണ്ടായിരിക്കും ഇത്തരം വരെ കഥ ആയിട്ടില്ലോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറയണേ,
ഇത് വരാൻ അടുത്ത ദിവസത്തെ വിശേഷമാണ്. ഇനി അടുത്ത ദിവസം വരത്തുള്ളത്. അപ്പൊ ഇച്ചിരി മുൻകൂർ അഡ്വാൻസ് കാര്യം പറയുന്ന എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പറയുന്ന കഥ ഞാൻ ഇനി വരാൻ പോകുന്ന ദിവസത്തെ കേട്ടോ. പിന്നെ ഇന്ന് വൈകുന്നേരത്തെ കഥ ഇന്ന് രാവിലെ തന്നെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഇന്നത്തെ കഥയാ. ഇനി ഇതെന്ന് പറയുമ്പോ ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ നാളെ ഉച്ചയ്ക്ക് ഞാൻ ചാനലിനകത്ത് ഇടുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ. അപ്പൊ ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ? ഇനിയിപ്പോ വലിയ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മധുസൂദനൻ ശ്രീകാന്തിനിട്ട് ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ച് ഗുണ്ടകളെയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ അതൊക്കെയായിട്ട് നാളെ ഉച്ചക്കത്തെ വിശേഷത്തിൽ വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.